എംഫ്ലിൻ്റ് മീഡിയയിലേക്ക് സ്വാഗതം. മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ ഒരു പുതിയ ഉപതെരഞ്ഞെടുപ്പ് വരും എന്ന് ഏതാണ്ട് ഇന്ന് വ്യക്തമായി കഴിഞ്ഞു. കേരള ഹൈക്കോടതിയിൽ നിലവിലുള്ള തെരഞ്ഞെടുപ്പ് കേസിൽ നിന്ന് പിന്മാറുന്നതായി BJP നേതാവ് K. സുരേന്ദ്രൻ ഇന്ന് കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്മാറുന്നതോടുകൂടി സുരേന്ദ്രനാണ് കേസ് കൊടുത്തിരുന്നത് എന്നതിനാൽ അദ്ദേഹം പിന്മാറുന്നതോടുകൂടി അവിടെ ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നടക്കും എന്നുറപ്പാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിലെ PB അബ്ദുൾ റസാഖിനെ ആണ് സുരേന്ദ്രൻ നേരിട്ടത്. വെറും 89 വോട്ടിൻ്റെ കുറവിലാണ് സുരേന്ദ്രൻ അവിടെ തോറ്റുപോയത്. PB അബ്ദുൾ റസാഖ് മത കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് വോട്ട് പിടിച്ചുവെന്നും ഒരുപാട് കള്ളവോട്ടുകൾ ജയിച്ചുവെന്നും ഗൾഫിൽ തന്നെ ഉള്ള ഒരുപാട് ആളുകളുടെ കള്ളവോട്ട് ഇവിടെ ഗൾഫിൽ കഴിയുന്നവരെ ഇവിടെ വന്ന് വോട്ട് ചെയ്തെന്നുള്ള രേഖ ഉണ്ടാക്കി കള്ളവോട്ട് ചെയ്തു എന്നുള്ള ആരോപണത്തിലാണ് സുരേന്ദ്രൻ കേസിന് പോയത്. ആ കേസ് ഏതാണ്ട് അതിൻ്റെ അന്തിമഘട്ടം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കേസിൽ ഒരുപാട് തെളിവെടുപ്പുകൾ കോടതി നടത്തി. അത് സംബന്ധിച്ച് ഒരുപാട് രേഖകൾ പരിശോധിച്ചു. ഉദ്യോഗസ്ഥന്മാർ കെട്ടുകണക്കിന് രേഖകൾ കൊണ്ട് കോടതി ഹാജരാക്കി. പക്ഷേ ഈ അവസാന നിമിഷത്തിൽ സുരേന്ദ്രൻ എന്തുകൊണ്ട് പിന്മാറുന്നു? വളരെ ദുരൂഹമായിരിക്കുന്നു അത്. സുരേന്ദ്രൻ കേസ് ജയിക്കുമെന്ന ശക്തമായ ഇതിലാണ് സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നത്. കേസ് ഒരു കാരണവശാലും കേസിൽ നിന്ന് പിന്മാറില്ലെന്ന് അദ്ദേഹം മാത്രമല്ല PB അബ്ദുൾ റസാഖിൻ്റെ അകാല നിര്യാണം, അദ്ദേഹത്തിൻ്റെ നിര്യാണം ഉണ്ടായപ്പോൾ എല്ലാവരും കരുതി ഇനി ആ കേസ് തീരുമെന്നാണ്. അപ്പോൾ അപ്പോഴും അദ്ദേഹം പറഞ്ഞു കേസ് തീരുന്നില്ല, ഞാൻ കേസുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് സുരേന്ദ്രൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇപ്പോൾ സുരേന്ദ്രൻ മാറിയെന്നറിയില്ല. എന്തായാലും അദ്ദേഹം പറയുന്ന ഒരു ന്യായം പ്രാദേശികമായി ഏതെങ്കിലും നേതാക്കളെ അവിടെ നിർത്തി മഞ്ചേശ്വരത്ത് നിന്ന് വീണ്ടും ജയിപ്പിക്കണം. താൻ എന്തായാലും കാസർഗോഡ് മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന് അദ്ദേഹം പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പേര് കാസർഗോഡ് നേരത്തെ തന്നെ കേട്ടു തുടങ്ങിയിട്ടുള്ളതാണ്. അദ്ദേഹം മത്സരിച്ചേക്കാം. അപ്പോൾ അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ കാസർഗോഡ് മത്സരിക്കുകയാണെങ്കിൽ മഞ്ചേശ്വരത്ത് പിന്നെ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നിയിട്ടായിരിക്കാം അദ്ദേഹം കേസിൽ നിന്ന് പിന്മാറിയത്. അദ്ദേഹം പറയുന്നുണ്ട് രാഷ്ട്രീയമായി ഇതൊക്കെയാണ് കേസ് പിൻവലിക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രീയമായി താൻ നേരിടും. മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും രാഷ്ട്രീയമായി തന്നെ ഈ മഞ്ചേശ്വരം നേരിടും. അതുകൊണ്ടൊരു പ്രാദേശിക നേതാവിനെ നിർത്തിയാൽ ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയും. ഒപ്പം തന്നെ കാസർഗോഡ് നിന്ന് ലോക്സഭയിലേക്ക് പോകാമെന്നുള്ളൊരു മോഹവും അദ്ദേഹം വച്ചുപുലർത്തുന്നുണ്ട്. എന്തായാലും വളരെ കലങ്ങിമറിഞ്ഞ നമ്മൾ വരുന്ന തെരഞ്ഞെടുപ്പിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് കൂടി വരുന്നു എന്നുള്ളത് വളരെ കൗതുകമാണ്. നമുക്കറിയാം 4 തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. അദ്ദേഹം കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ 2 തവണ മത്സരിച്ചു. മഞ്ചേശ്വരത്ത് അദ്ദേഹം 2 തവണ മത്സരിച്ചു. കഴിഞ്ഞ തവണയാണ് അദ്ദേഹത്തിന് വെറും നാരോ മാർജിൻ 89 വോട്ടിൻ്റെ കുറവിലാണ് അദ്ദേഹം തോറ്റുപോയത്. ആ നിലയ്ക്ക് 4 തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സുരേന്ദ്രൻ ലോക്സഭയിലേക്ക് ഒരു കൈ നോക്കുന്നു, അതിനുവേണ്ടി മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ തീരുമാനത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ അന്തർധാര എന്ന് പറയുന്നതാണ്.